നമുക്ക് രസപ്പൊടി വെച്ച് എങ്ങനെ രസം ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉള്ളി, ടൊമാറ്റോ, പച്ചമുളക്, കരിവേപ്പില, മല്ലിയില, ഉപ്പ്, രസപ്പൊടി, കടുക്, പെപ്പർ, ചില്ലി ഫ്ലേക്സ്, ഉലുവ, ജീരകം. നമ്മളങ്ങനെ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രസത്തിന് പുളിവെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ പുളിയെ കൂരായിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാൻ ചൂടാക്കാം. പാനിൻ്റെ വെള്ളം ഒന്ന് മാറുന്നത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൻ ഒന്ന് നല്ലോണം ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലോണം ചൂടായ ഉടനെ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നിങ്ങൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമുക്കിവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇടുന്നില്ല. അടുത്ത് നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കായം കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വതക്കി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വതങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് വതങ്ങി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം വതങ്ങി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പാതി വതങ്ങിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പെപ്പർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് രസപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മസാലയും നല്ലോണം പിടിക്കുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒക്കെ നല്ലോണം വതങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളിവെള്ളം പുളി മാറ്റി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ബോയിലാവാൻ വിടരുത്. ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയ ഉടനെ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ രസം കയക്കും. അങ്ങനെ നമ്മുടെ രസത്തിൽ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങി. ഫൈനലി നമ്മുടെ രസം റെഡിയായി.